മച്ചന്മാരെ ടെക്കോട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. മച്ചന്മാരെ ഞാനൊന്ന് വന്നിരിക്കുന്നതന്നെ കിർലോസ്കറിൻ്റെ ഡി ജിയിലൊരു വെറൈറ്റി കംപ്ലയിൻറ്റ്, പുതിയ മോഡൽ കൺട്രോളുകൾ വരുന്നൊരു കംപ്ലയിൻറ്റ് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാനിന്ന് വന്നേക്കുന്നത്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻജിൻ കൺട്രോളർ ഓണാക്കിയിട്ട് സ്റ്റാർട്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻജിൻ സ്പീഡ് ഫാൾട്ട് എന്ന് പറഞ്ഞിട്ട് എൻജിൻ ട്രിപ്പാണ്. അപ്പം ചില സൈറ്റുകളിൽ ഈ ഒരു പ്രശ്നം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ സ്പീഡ് ഫാൾട്ട് കാണിച്ച് എൻജിൻ ഓഫ് ആവുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പം നേരിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് വെച്ചേക്കണേ. അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പം ഈ സ്പീഡ് ഫാൾട്ട് അലാറം എന്തുകൊണ്ടാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് എൻജിൻ്റെ സ്പീഡിൻ്റെ പ്രശ്നങ്ങളൊന്നുമല്ല, വേറെ പ്രശ്നങ്ങളൊന്നുമല്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ് ഇവിടെ സെൻസ് ആകുന്നില്ല. അതുകൊണ്ടാണ് എൻജിൻ്റെ ഇങ്ങനെ സ്പീഡ് ഫോൾട്ട് കാണിക്കുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് വോൾട്ടേജ് ഇതുപോലെ സെൻസ് ആയിട്ടില്ല എങ്കിൽ നമുക്ക് എൻജിൻ സ്പീഡ് ഫോൾട്ട്, അതായത് എൻജിൻ സ്റ്റാർട്ടാകുമ്പോൾ തന്നെ നമുക്ക് വോൾട്ടേജ് സെൻസ് ആവില്ല. കൺട്രോളർ വോൾട്ടേജ് സെൻസ് ആക്കുന്നില്ല. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു അലാറം കാണിക്കുന്നത്. ഈ കൺട്രോളർ വോൾട്ടേജ് സെൻസ് ആയിട്ടില്ലെങ്കിൽ ഇതുപോലെ എൻജിൻ സ്പീഡ് ഫാൾട്ട് എന്ന് പറഞ്ഞാൽ എൻജിൻ ട്രിപ്പാവും. അപ്പോൾ എൻജിൻ സ്റ്റാർട്ടാകാൻ പാടെ തന്നെ ഒരു 5 സെക്കൻഡ് ഓടിയിട്ട് എൻജിൻ ട്രിപ്പും. അപ്പോൾ നമുക്ക് അത് ചെക്കേണ്ടതിന് എൻജിൻ്റെ AVR, അതുപോലെ വോൾട്ടേജ് എവിടെയെങ്കിലും ഡ്രോപ്പായി പോകുന്നുണ്ട്, നമ്മുടെ വയറിങ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബേക്കിൽ ഈ വയർ ഊരിയിട്ടിട്ടാണ് എൻജിൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഈ അലാറം എങ്ങനെ കളയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ താഴത്തിന് മേലോട്ടുള്ള ആരൊക്കെ ഉണ്ടല്ലോ അത് പ്രോപ്പറായിട്ട് ഞെക്കി, അതായത് ഈ താഴോട്ടുള്ള ആരോയും മേലോട്ടുള്ള ആരോ, ഈ രണ്ടും കൂടെ ഒരുമിച്ച് ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലാറം നമുക്ക് കളയാൻ പറ്റും. അതിന് കൺട്രോളർ ഓഫ് ചെയ്ത് ഓണാക്കേണ്ടെന്ന് ആവശ്യമില്ല. ഈ രണ്ടും കൂടെ സൈമിൾട്ടേനിയസ്ലി ഒരുപാട് ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അലാറം കളഞ്ഞിട്ട് തിരിച്ച് എൻജിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവം ഓക്കെ ആയിട്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വോൾട്ടേജ് സെൻസ് ചെയ്യാത്തപ്പോഴാണ് നമുക്ക് മെയിനായിട്ട് ഈ സ്പീഡ് ഫോൾട്ടിൻ്റെ അലാറം കാണിക്കുന്നത്. അതായത് എൻജിൻ്റെ RPM സെൻസിങ് ആവുന്നത് എൻജിൻ്റെ വോൾട്ടേജ് വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. എല്ലാ കേസും ഇതുപോലെയല്ല. ഇപ്പം ഞാൻ പറഞ്ഞ ഒരു കേസാണ്. ചില കേസുകളിൽ ഇതുപോലെ സ്പീഡ് സെൻസ് ആയില്ലെങ്കിൽ, എൻജിന് RPM ഡ്രോപ്പ് ആയില്ലെങ്കിൽ ഇതുപോലെ എൻജിൻ്റെ സ്പീഡ് ഫോൾട്ട് കാണിക്കും. അതുപോലെ വേറെ പല കാരണങ്ങളും കാണിക്കും. ഒരു കാരണമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. മച്ചാമാരെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുപോലെ നല്ലൊരു വീഡിയോകൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.